എന്താ വേണ്ടത്? ഒന്ന് ക്ഷൗരം ചെയ്യണമല്ലോ, പറ്റുമോ? യവൻ ആരടാ? ബാങ്കിൽ വരുന്ന എന്തിനാ? പണം ഇടാൻ, അല്ലാതെ പിന്നെ എന്തിനാ? വന്നാട്ടെ നമുക്ക് അകത്തോട്ടിരിക്കാം. ഓ, ഇവിടെ അടുത്തെന്നാ നെല്ലിപ്പറമ്പത്ത് വീടെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കേക്കണം. അങ്ങനെ ഒരു വീടുണ്ട് ഇവിടെ. കൊട്ടാരം കാര്യസ്ഥനായിരുന്ന പരേതനായ കൊച്ചുകുളങ്ങര കൊച്ചുപറയതിന് കൊട്ടാരത്തിൽ നിന്ന് കീഴ്പ്പണം കിട്ടി പണിത വീട്. ശങ്കരമംഗലം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തറവാടും ഉണ്ട് ഇവിടെ. പരേതനായ കാവുമ്പാട്ട കരുണാകരൻ കർത്താക്ക് കൊട്ടാരത്തിൽ നിന്ന് കൽപ്പിച്ച് ഇഷ്ടദാനം കിട്ടിയ വീട്. ഈ പറഞ്ഞ 2 തറവാടിനെയും പൊതുകാര്യസ്ഥൻ ഞാനാ. പേര് രാമനുണ്ണിത്താൻ. ഇനി ഇതങ്ങോട്ട് നിക്ഷേപിച്ചാട്ടെ. എത്രയുണ്ട്? 3 ലക്ഷം. 3 ലക്ഷം? ജോസൂട്ടി, തുടക്കം നന്നായടാ. 1 2 അല്ല, 3 ലക്ഷമാ. നീ കർണാടക എങ്ങനെടുക്ക്? ഞങ്ങൾ ഈ നാട്ടിൽ ആദ്യ സാറിനെ പോലുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിലേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കൂ. പണം എത്ര വേണമെങ്കിലും ചോദിക്കാൻ പഠിക്കണ്ട, ഞാൻ തരാം. പക്ഷെ സൂക്ഷിക്കണം, ഈ നാട് മുഴുവൻ കള്ളന്മാരാ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. സാറ് പറഞ്ഞത് വളരെ ശരിയാ ജോസൂട്ടി. അപ്പോ 5 വർഷത്തേക്ക് തന്നെ അല്ലേ? എന്താ സംശയം? ഇത് കൊണ്ടുപോയി എണ്ണി നോക്കേ. ശരി. തൊട്ടുപോകരുത് തന്നെ, കൊല്ലും ഞാൻ. എന്റെ 3 ലക്ഷം തട്ടിയെടുത്തവന്റെ കഴുത്തറുതി ഞാൻ കൊല്ലും. ഇയാളുടെ 3 ലക്ഷം കൊണ്ട് ഇവിടെ വന്നോ? എടുക്കണം എന്റെ പണം, ഇല്ലെങ്കിൽ രാമനുണ്ണിത്താൻ തനി നിറഞ്ഞു കാണും. ഉണ്ണിത്താൻ ചേട്ടാ വാ, നമുക്ക് വീട്ടിൽ പോവാം. എടാ രാഘവ, എന്റെ 3 ലക്ഷം തട്ടിയെടുത്തവനെ കണ്ടുപിടിച്ചടാ. ഇതിനകത്തുണ്ട് ഇവൻ തന്നെ. ഇന്നത്തെ 3 ലക്ഷം. ആരാടോ ഇയാൾ? വട്ട 2 കുടുംബക്കാരുടെ ഇടയിൽ കിടന്ന് കാര്യസ്ഥപ്പണി ചെയ്തതിന് കിട്ടിയ പാരിതോഷികം ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്ത പണം ആരോ തട്ടിക്കൊണ്ടുപോയി. അന്ന് തുടങ്ങിയതാ. ഇനിയും വന്ന് കയറും. തഞ്ചത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടാ മതി. ഒന്ന് വിളിച്ചോണ്ട് പോടോ ഇയാളെ. വന്നാട്ടെ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ കാരമ്മേ? അതെന്ത് ചോദ്യാ സണ്ണിക്കുട്ടിയെ? കൊല്ലം 10-15 ആയി എന്നുള്ളത് ശരിയാ. എന്ന് വെച്ച് നെല്ലിപ്പറമ്പത്തേക്കുള്ള വഴി അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ആ കുഞ്ഞുടിച്ചാനെന്താ അവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല, ഞാൻ നമ്മുടെ ഈ പച്ചനെ കുറിച്ച് ഓർത്തുപോയി. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ ക്ലാരമ്മേ, പുറത്ത് വാക്കേറ്റം നടക്കുമ്പോ ഒന്നിലും ഇടപെടാതെ ഈ പഠിക്കത്തിന് നിൽക്കുമായിരുന്നു ഈ പച്ചൻ. വഷളായി വന്നു എന്ന് കണ്ടപ്പോ ഒന്ന് പിന്തിരിപ്പിക്കാനായി ഇറങ്ങി വന്നു. പെട്ടെന്നായിരുന്നില്ലേ ഗോപാലന്റെ ആക്രമണം? ഒറ്റ വെട്ടാ വേച്ച് ഈ പഠിക്കൽ വരെ എത്തി. അത്ര എന്റെ ഈശോയെ, പിന്നെ നടന്നതൊന്നും പറയണ്ട. ഗോപാലനെ പോലീസുകാർ കൊണ്ടുപോയെങ്കിലും ആട്ടച്ചൻ അടങ്ങിയില്ല. ഈ പച്ചന്റെ വെട്ടി കുഴിയിലിറക്കും മുമ്പ് ഗോപാലന്റെ നാരായണന്റെ തല വെട്ടിയെടുത്തു മാത്തച്ഛൻ. എന്നിട്ട് ആ വാക്കത്തെയും കൊണ്ട് സ്റ്റേഷനിലേക്കൊരു നടപ്പുണ്ടായിരുന്നു. മതി, ഒന്ന് നിർത്തിച്ചായ. ഇതൊക്കെ ചിക്കിപ്പറക്കാനാണോ നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വന്നാട്ടെ. അട്ടെ, ശങ്കരമംഗലത്തുകാരുമായിട്ട് ഇപ്പഴെങ്ങനെയാ സണ്ണിക്കുട്ടിയെ? മുറിച്ചിട്ടത് മുറി കൂടെ കുഞ്ഞുടിച്ചായ. ആ എന്ന് പറ. മാത്തച്ഛന്റെ ശിക്ഷ കഴിയാറായില്ലേ? ആയി, ഈ മാസത്തോടെ കഴിയും. കല്യാണം കൂടെ മാത്തച്ഛനുണ്ടാവും. അത് നന്നായി. ഇനി ഒരു വഴക്കും ബഹളവും ഉണ്ടാവുക, അതാ എനിക്ക് പേടി. എന്നുവെച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കണോ? നിനക്ക് എന്തറിയാം സിസിലി? പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ മീനുവിന്റെ ഇഷ്ടത്തിന് കഴിയാവുന്നല്ലേ കോടതി വിധി. സ്വന്തം മകളെ കെട്ടിച്ചുവിടാനുള്ള അവകാശം പോലും അപ്പച്ചൻ ഇല്ലാന്ന് വെച്ചാ അതിന്റെ പേരിൽ എന്ത് പുകിലോ ഉണ്ടാവട്ടെ, അത് അപ്പോഴല്ലേ. എന്നാലും കല്യാണം എന്നൊക്കെ പറയുമ്പോ അവർക്കും അതിന് അവകാശമില്ലേ? അവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 2 ചെറുക്കന്മാരുള്ളതാണെങ്കിൽ എന്തിനും പോന്നോമാരാ. ആയിക്കോട്ടെ, അതിനേക്കാൾ മിടുക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ. സിബിച്ചന്റെ കാര്യം എനിക്ക് പേടി. ഒന്ന് പറഞ്ഞാ 2 തല്ല, അതല്ലേ അറിയൂ. അല്ലാതെ പിന്നെ വാരം പൊക്കിക്കൊണ്ട് ഓടണോ? ഇവിടെ ഒരു സത്യക്രിസ്ത്യാനി. ഞാനിപ്പോ അതൊന്നും അല്ല ഓർക്കുന്നേ. മീനും ഒന്ന് വേഗം വന്നു കിട്ടിയിരുന്നെങ്കിൽ ഇതങ്ങ് ഉറപ്പിക്കായിരുന്നു. അതിനെന്താ, ഇപ്പൊ തന്നെ ഉറപ്പിക്കാമല്ലോ. പിന്നെ പേരിനൊരു കൂടിക്കാഴ്ച. അതെ, അതിപ്പോ മീനു ബാംഗ്ലൂരിൽ നിന്ന് എത്തിയാൽ ടോണിച്ചിന് വന്ന് കാണാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ നാട്ടുകാരുടെ ചോദ്യം നമ്മളത് കേട്ടില്ല എന്നടിക്കാം. ഇപ്പൊ തന്നെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. അപ്പം ക്രിസ്ത്യാനിയാണെങ്കിലും ശൂദ്രത്തിക്ക് ജനിച്ച പെണ്ണ് തന്നെ വേണമായിരുന്നോ ടോണിച്ചനെന്ന്.
കേട്ടോ തണ്ണിക്കുട്ടിയെ, എന്റെ മോനായതുകൊണ്ട് പറയുകയല്ല, ഈ കാര്യത്തില് എന്റെ തീരുമാനത്തിനപ്പുറം തോണിച്ചു നിൽക്കുകയില്ല. ഫാക്ടറിയുടെ കാര്യങ്ങൾ ആകെ അവതാളത്തിലാ കുഞ്ഞുടിച്ചായ. കല്യാണം കഴിഞ്ഞാൽ ഉടനെ എല്ലാം ടോണിച്ചനെ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതിന് കല്യാണം വരെ എന്തിനാ കാക്കുന്നേ? ഇപ്പോഴേ ഇങ്ങ് വിളിച്ചോ അല്ലേ ഇച്ചായ? ക്ലാരമോ, നെല്ലിപ്പറമ്പത്തുകാരൊന്നും കാണാതെ അടുക്കുകയില്ലാന്ന് ഇപ്പൊ മനസ്സിലായോ? MBA കാരനെ തന്നെ തപ്പിയെടുത്തതിന്റെ ഗുട്ടൻസ് ഇപ്പൊ പിടികിട്ടിയോ? ആ സണ്ണിക്കുട്ടിയെ, എന്തോ? മീനുവിന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്തേ, ടോണിച്ചിനെ ഒന്ന് കാണിക്കാനാ. ഓ, അതിനെന്താ, തരാലോ. അപ്പന്റെ ചായ അല്ലല്ലോടി ക്ലാരമ്മേ. അവക്ക് അമ്മയുടെ ഛായ വസുന്ധരയെ വാർത്തു വെച്ച പോലിരിക്കും. അല്ലെങ്കിൽ തന്നെ സൗന്ദര്യത്തിലാണോ കാര്യം? പെൺകുട്ടികൾക്ക് സൗന്ദര്യം അവരുടെ മനസ്സിലല്ലേ വേണ്ടത്. തറവാട്ട് മഹിമയുള്ള കുട്ടികൾക്കേ അതുണ്ടാവൂ. അതുകൊണ്ടാണല്ലോ ഒരു കുറവുണ്ടെങ്കിലും ശങ്കരമംഗലത്തെ കുട്ടീന്ന് കേട്ടപ്പോ പിന്നൊന്നും ചിന്തിക്കാൻ നിക്കാഞ്ഞത്. അല്ല, അതിപ്പോ ഒരു കുറവായിട്ടാ അയ്യോ തോന്നുന്നു. എന്നല്ല, ശരത്തുമോന് എതിർപ്പുണ്ടാവുമെന്ന് മാത്രമേ ഞങ്ങൾ സംശയിച്ചുള്ളൂ. പക്ഷെ കാര്യങ്ങൾ വിശദമായിട്ട് എഴുതിയപ്പോ പിന്നെ മറുത്തൊന്നും അവൻ പറഞ്ഞില്ല. അല്ല, അത് പിന്നെ അമേരിക്കയിൽ ജീവിക്കുന്ന കുട്ടിയല്ലേ, വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവും. ആട്ടെ, അച്ഛൻ വീട്ടുകാരുമായിട്ട് എങ്ങനെയാ കുട്ടി? ഒരു ബന്ധവുമില്ല. അവക്കിപ്പോ അച്ഛനും അമ്മയും എല്ലാം ഇവളാ. പിന്നെ ഞങ്ങൾ 3 അമ്മാവന്മാരും. അതാണ് അവളുടെ ലോകം. ഫോൺ അടിച്ചാ കേൾക്കാൻ പാടില്ല കഴുതേ. നീ അവിടെ എന്തെടുക്കുവാ? ഞാനിവിടെ ചരക്കുക, അല്ല ചരക്കെടുത്തിന്റെ കണക്കെടുക്കുവാ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയേ ഉടനെ തന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണം. മീനുക്കുട്ടി ഇന്ന് ബാംഗ്ലൂർ മെയിൽ വരുന്നുണ്ട്. അവളെ കുട്ടിക്കൊണ്ട് വേഗം വരണം. അവൾ ആ ശങ്കരമംഗലത്തുകാരുടെ കയ്യിലെങ്ങാൻ പെട്ടാലുണ്ടല്ലോ, നിന്റെ കണ്ണിയാൻ ചുഴിഞ്ഞെടുക്കും. ആ, ദമയന്തി, എടി ദമയന്തി, എന്താ എന്ത് പറ്റി? എന്റെ കണ്ണ് പോയടി. പോയോ? അപ്പൊ ഈ മൂത്തിരിക്കുന്ന എന്തുവാ? അതിപ്പോ ഉടനെ പോവും. മീനുക്കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശങ്കരമംഗലത്തുകാരുടെ കണ്ണിപ്പെടാതെ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ എന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുമെന്ന് സണ്ണി മുതലാളി വിളിച്ചു പറഞ്ഞു. ഏതാ? കൊപ്ര തൊലിച്ചത് 750, കൊപ്ര തൊലിക്കാത്തത് 800, അടയ്ക്ക പൊളിച്ചത് 450. നിർത്തടാ അവന്റെ ഒരു തൊലിച്ചത്. എടാ ഉണ്ണിത്താനെ, നീ വേഗം റെയിൽവേ സ്റ്റേഷൻ വരെ പോണം. മീനുക്കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ആ നെല്ലിപ്പറമ്പുകാരുടെ കണ്ണിപ്പെടാതെ അവളെയും കൊണ്ടുവരണം. പെണ്ണിനെ അവരെങ്ങാനും കൊണ്ടുപോയാ നിന്റെ തല ഞാൻ അരിഞ്ഞു കളയും. ദമയന്തി, എടി ദമയന്തി, എന്റെ തലയും പോയേ. ആരാ വിളിച്ചത്? എവിടെന്നാ? ബാങ്കിൽ നിന്നാണോ? അതെ, ബാങ്കിൽ നിന്ന്, റിസർവ് ബാങ്കിൽ നിന്ന്. പണം വല്ലതുകൊണ്ടേ കൊണ്ടിടാൻ പറഞ്ഞു. അയ്യോ, ആയ കാലത്ത് കിട്ടാനുള്ളത് രണ്ടിടത്തുനിന്ന് മേടിച്ച് പോന്നിരുന്നെങ്കിൽ ഞാൻ ഈ പരുവത്തിലാവുമായിരുന്നു അച്ഛാ. ഇപ്പൊ ഈ പരുവത്തിന് എന്താ കുഴപ്പം? ഒന്ന് കേറി പോ മൂപ്പിന്ന്. പരുവത്തിന്റെ എല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നമ്മൾ തോറ്റാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് വന്നാലും നമ്മൾ അവളെയും കൊണ്ടേ പോകും. ലഭിച്ച കരുതി കൂട്ടി വന്നിരിക്കുക. എന്ത് വന്നാലും മീനുവിനെ വിട്ടുകൊടുക്കരുത്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. വാ വാ. മൈ ഗോഡ്, എന്താ ഞാൻ ഈ കാണണേ? ശങ്കരമംഗലത്തുകാരും നെല്ലിപ്പറമ്പത്തുകാരും ഒന്നായോ? അതെപ്പോഴാ? മീനുട്ടി വാ, മോളെ അപ്പച്ചൻ കാത്തിരിക്കുക. ഇല്ല, അവൾ വരുന്നില്ല. അത് തീരുമാനിക്കുന്നത് നീയാണോ? അതെടാ. എടോ അനന്തകുഞ്ഞെ, 18 കൊല്ലം ഇവളുടെ കാര്യം തീരുമാനിച്ചത് ശങ്കരമംഗലത്തുകാരല്ലേ? ഇനി അങ്ങോട്ട് നെല്ലിപ്പറമ്പത്തുകാർ തീരുമാനിക്കും. അയ്യോ, അത് നടക്കില്ല. മീനുവിനെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നതെങ്കിൽ അവളെയും കൊണ്ടേ പോകും. എന്നാ കൊണ്ടുപോകുന്നു കാണട്ടെ.
വേഗം വിട്ടോ. എന്നാ ബീച്ചിൽ പോകാം. അതെ, ബാംഗ്ലൂർ മെയിൽ പോയോ? അതെപ്പോഴേ പോയി. അയ്യോ, മദ്രാസ് മെയിൽ എപ്പോ വരും? എന്തിനാ? എനിക്ക് തല വെച്ച് ചാവാൻ. അത് ശരി. കുഞ്ഞിനാലും ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടിയേ. കുഞ്ഞിനാലും ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി. സോറി. പഞ്ചറ കുഴപ്പമില്ല, ഇപ്പൊ ശരിയാക്കാം. ഇവനിങ്ങനെ ഇടയ്ക്ക് ഒരു അടച്ചൽ പതിവാ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ശരിയാക്കാം. ഇക്കാന്റെ കടയിൽ പോയി ടൂൾസ് എടുത്ത് തിരിച്ചു വന്ന് ടയർ അടിച്ച് തിരിച്ചു പോയി പഞ്ചർ ഒട്ടിച്ച് എയർ അടിച്ച് തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്യാം. 1 മിനിറ്റ്, ഇപ്പൊ ശരിയാക്കാം. എനിക്കിതൊരു തെണ്ടി വാങ്ങിച്ചെന്ന വണ്ടിയാ. പെണ്ണുങ്ങളുടെ മുമ്പിൽ മാനം കളയാൻ വേണ്ടി ജനിച്ച വണ്ടി. വയസ്സന്മാര് കയറി വണ്ടി 100 പെണ്ണുങ്ങൾ കയറി വണ്ടി 100. പുലയനാർമണിയം നാശം.